വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു എന്തായി നമ്മുടെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് കുറച്ച് നാളായിട്ട് അറിയാം നമ്മുടെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റൊക്കെ ഓൾമോസ്റ്റ് ഒരു പോസായ അവസ്ഥയിലാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 2024 ജനുവരി തൊട്ട് ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ചെറിയ ചെറിയ ട്രസ്റ്റുകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, എങ്കിലും വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഒന്നും തന്നെ ഇപ്പോൾ നടക്കുന്നില്ല. എങ്കിലും ചില കെയർ ഹോമുകളൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ MMA റിക്രൂട്ട്മെൻറ്റ് ഈ ഒരു ഏജൻസി വഴിയൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവരൊക്കെ ഇടയ്ക്കൊക്കെ കെയർ ഹോമിലോട്ടൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സാങ്ച്വറി കെയർ ഹോം അതുപോലെ HC1 കെയർ ഹോമിലോട്ടൊക്കെ. അപ്പോൾ ഇപ്പോൾ അതും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട്. NHSൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റും തന്നെ ഇപ്പോൾ നടക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം ഫണ്ടിങ് ഇഷ്യൂസ് നിലവിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നേഴ്സസ്മാരെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. പക്ഷേ അത് അത്രത്തോളം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് പോകുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ എന്തായാലും ഒഫീഷ്യലായിട്ട് ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല, എങ്കിലും ഇപ്പോഴത്തെ കുറച്ച് ഡാറ്റാസ് ഞാൻ പറയാം. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നൊരു ന്യൂസാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NHSൽ വരുന്ന എന്ന് വെച്ചാൽ NHSലോട്ട് ജോയിൻ ചെയ്തവരുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള കുറവ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല NHSൽ ജോയിൻ ചെയ്യുന്നവരൊക്കെ തന്നെ ഒരു 5 വർഷം കൂടി തികയ്ക്കും മുന്നേ തന്നെ വേറൊരു രാജ്യത്തേക്ക് പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ പറയുന്ന ന്യൂസിലാൻഡിലോട്ടോ ഓസ്ട്രേലിയയിലോട്ടൊക്കെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു റീസൺ ആണെങ്കിൽ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ലീവേഴ്സിൻ്റെ എന്ന് വെച്ചാൽ NHSൽ ജോയിൻ ചെയ്തിട്ട് ലീവ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ അവർക്കും വലിയ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്ന രീതിയിലൊക്കെ. എങ്കിലും NMCയുടെ സൈഡിൽ പറയുന്നത് ഈ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ചെറിയൊരു രീതിയിലെങ്കിലും തുടരണമെന്നാണ് NMCയുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. NHSലും അതുപോലെ തന്നെ സോഷ്യൽ കെയറിലൊക്കെ ആയിട്ട് മൊത്തം ഒരു 1,61,000 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ജൂൺ മാസം 2023 തൊട്ട് ഏറെക്കുറെ 62% നമ്മുടെ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ കൊടുക്കുന്നത് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരുപാട് പേർക്ക് തന്നെ ഈ പറയുന്ന OETയുടെ സ്കോറും മറ്റൊക്കെ വാലിഡിറ്റിയൊക്കെ തീരാറായിട്ടുണ്ട്, വാലിഡിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഞാനും ഈ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. എനിക്കാണെങ്കിൽ ഇത് എൻ്റെ 3ാമത്തെ ഇൻ്റർവ്യൂ ക്ലിയർ ആയിട്ടാണ് ഞാൻ വന്നത്. ആദ്യം കിട്ടിയ ഇൻ്റർവ്യൂ ആണെങ്കിൽ അവർ എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം വിഡ്രോ ചെയ്യുമായിരുന്നു. 2ാമത്തേലും ക്ലിയർ ആക്കിയിട്ട് അതും ഒരു പീരീഡ് എത്തിയപ്പോൾ അവർ ഹോൾഡ് ആക്കുമായിരുന്നു, അവർക്ക് ഫണ്ടിങ് ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് വന്നതാണ് ഈ 3ാമത്തെ NHS ട്രസ്റ്റ്. അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഡിസംബർ മാസമാണ്. എൻ്റെ ഇൻ്റർവ്യൂ നടന്നത് 2024 ജൂൺ മാസവും. പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് നവംബറിലുമാണ്. ഞാനിപ്പോൾ വന്നൊരു ട്രസ്റ്റിൽ അന്വേഷിച്ചപ്പോൾ ഇനിയൊരു റിക്രൂട്ട്മെൻറ്റ് അടുത്ത ഇയറിലോട്ട് ഇല്ല, അല്ലെങ്കിൽ അവരെ ഒരു പ്ലാൻ നിലവിലില്ല. ഇനി ഉണ്ടാവുകയാണെങ്കിൽ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ട്രാക്ക് ജോബ്സ് എന്നുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ജസ്റ്റ് ബാൻഡ് 5 നേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ അതിലാണെങ്കിൽ കുറച്ച് പൊസിഷൻസ് വരും. അതിൽ ചില ഹോസ്പിറ്റലുകളൊക്കെ സ്പോൺസർഷിപ്പ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിടാം. നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്തിടുക. പക്ഷേ എനിക്ക് വന്ന മെയിലുകളെല്ലാം തന്നെ അൺഫോർച്ചുനേറ്റ്ലി യുവർ ആപ്ലിക്കേഷൻ ഈസ് നോട്ട് സക്സസ്ഫുൾ എന്ന് പറഞ്ഞു തന്നെയാണ്. പക്ഷേ എങ്കിലും നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ സപ്പോസ് ഇപ്പോൾ ചെറിയൊരു രീതിയിലെങ്കിലും റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിടുമ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ നമുക്കിപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് വരേണ്ടതുണ്ട്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡൊമസ്റ്റിക്കായിട്ട് ഇവിടെ ഉള്ളവരെ ട്രെയിൻ ചെയ്ത് നേഴ്സായി എടുക്കാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് അത്രത്തോളം എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ ചെറിയ രീതിയിലെങ്കിലും തുടങ്ങിയേ പറ്റുമോ. തുടങ്ങിയില്ലെങ്കിൽ കാര്യം കഷ്ടമാവും. കാരണം ഏറെക്കുറെ ഒരു 40,000 അഡീഷണൽ ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് എടുക്കാനുള്ള പ്ലാനൊക്കെയാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു അപ്പോയിൻമെൻറ്റ് മീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് സ്റ്റാഫ് വേണം, അഡീഷണലായിട്ട് സ്റ്റാഫ് വേണം. ഓൾറെഡി തന്നെ നമ്മുടെ NHSൽ അത്യാവശ്യം സ്റ്റാഫ് ഷോർട്ടേജ് നിലവിലുണ്ട്. അപ്പോൾ ഇവർക്ക് വീണ്ടും സ്റ്റാഫിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊരു ഡൊമസ്റ്റിക്കായിട്ട് നല്ല രീതിയിൽ നേഴ്സസിനെ ഇവിടെ നിന്നും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തായാലും ഇൻ്റർനാഷണൽ നേഴ്സസിനെ റിലേ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. എന്തായാലും NHSൻ്റെ റീഫോം പ്ലാൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ മനസ്സിലാക്കാം ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമോ, എന്താണ് അടുത്ത പ്ലാൻ എന്നുള്ള രീതിയിൽ. എന്തായാലും മോസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യും, ചെറിയൊരു രീതിയിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ട്രാക്ക് ജോബ്സ് വഴിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക.
അതുമാത്രമാണ് നമുക്കിപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്. ചില ഏജൻസികൾ കെയർ ഹോമിലോട്ടൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് അതുവഴിയിട്ട് ഇപ്പോൾ കെയർ ഹോമിലോട്ട് രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതുവഴിയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് ഹോപ്പ്ഫുള്ളി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വരുവാണെങ്കിൽ, എന്തെങ്കിലും റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുവാണെങ്കിൽ ഞാൻ എന്തായാലും അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാനും ആ ഒരു സിറ്റുവേഷനിലൂടെ വന്നതാണ്. കാരണം എൻ്റെ OET ഏറെക്കുറെ എക്സ്പയർ ആകാറൊക്കെ ആയിരിക്കുകയാണ്. അടുത്ത ഇനിയൊരു 6 മന്ത്സ് കൂടെ ഉള്ളൂ. അപ്പോൾ നിയർ എക്സ്പയറി വരുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ എന്തായാലും വിഷമിക്കേണ്ട. ഒരുപാട് പേര് വളരെയധികം ടെൻസ്ഡാണ്. അപ്പോൾ അറിയാം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ലെവൽ വരെ എത്തുന്നത്. കാരണം നമ്മൾ OET എക്സാം എഴുതണം, CBT എഴുതി നമ്മൾ ആ ഒരു എൻഡ് സ്റ്റേജ് ഒരു 90% നമ്മുടെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ആകുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റക്ക് വരുന്നത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അറിയിക്കാം. അപ്പോൾ സീ ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.